വെൽ, കുറേ കാലത്തിന് ശേഷം ഞാനൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് വിശേഷം? എല്ലാവരെയും സുഖമായിട്ടിരിക്കണല്ലോ, എല്ലാവരും സേഫ് ആണല്ലോ. ഞങ്ങളിവിടെ അത്ര സേഫ് എന്നല്ല, മീൻസ് റെഡ് സോൺ ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണിലൊക്കെ വന്ന് നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ അതിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു 3-4 വീട് കഴിഞ്ഞാലാണ് ഇപ്പോൾ പോസിറ്റീവ് കേസ് ആയിട്ടുള്ളത്. ആളുടെ ഫസ്റ്റ് ആദ്യം ഇവിടെ പോസിറ്റീവ് കേസ് ആയ ആളുടെ ഇപ്പോൾ നെഗറ്റീവായി, ഇന്നലെ നെഗറ്റീവായി. പക്ഷെ പുള്ളിക്ക് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കും ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു, അത് 2 ദിവസം മുമ്പ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ റെഡ് സോണിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. റെഡ് സോൺ മാറിയിട്ടില്ല, ഇപ്പോഴും അത് തന്നെ. കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നൊക്കെ പറയുമ്പോഴേ, ഇതിവിടെ ആദ്യത്തെ കണ്ടെയ്ൻമെൻറ്റ് സോണിന് ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റോഡുകളുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കൊക്കെ വരാൻ ഇടവഴികളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലോസ്ഡ് ആണ്, ബാരിക്കേഡ്സ് ഒക്കെ വെച്ചിട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇന്നലെ സാധനങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഇത്രയും ക്ലോസ്ഡ് ആണ്, കുഞ്ഞു ഇടവഴികൾ പോലും ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിളിച്ച് പറഞ്ഞു സാധനം എത്തിയിട്ട് വീട്ടിലേക്ക് എത്തണ്ടേ. വീട്ടിലേക്ക് എത്തി ഇവർക്കാണെങ്കിൽ വേറെ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് അറിയണമില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോയിട്ട് ആ ബാരിക്കേഡുള്ള സ്ഥലത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ അത്രയും ഇതായിട്ടാണ് ഇവിടെ പോകുന്നത്. എല്ലാം പെട്ടെന്ന് ശരിയാവുമായിരിക്കും, നമുക്ക് അങ്ങനെ വിചാരിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വെറൈറ്റി ഡിഷസ് ഒന്നും ഇനി കുറച്ച് ദിവസത്തിന് ഈ ഭാഗത്തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം സാധനങ്ങൾ വളരെ കമ്മിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്നിപ്പോൾ എന്ത് ഡിഷോടെ ഒരു പിടിയും കിട്ടണില്ല. അമ്മ പറഞ്ഞു ഇന്നലെ മേടിച്ച സാധനങ്ങൾ നീ എടുത്തിട്ട് ഇടുകയാണെങ്കിൽ അതിപ്പോൾ പെട്ടെന്ന് തീരില്ലേ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു വഴി ഞാൻ കാണില്ല. അപ്പം ഇങ്ങനെ ഇന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ ചക്കയുടെ സീസൺ ഉണ്ടായിരുന്നില്ലേ, ലോക്ക്ഡൗൺ നല്ല കട്ടിക്ക് നിൽക്കുന്ന ടൈമിൽ ചക്ക സീസണും മാങ്ങ സീസണും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചക്ക ഉണക്കി വെക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ആ ഉണക്കിയ ചക്ക വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ എന്താണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താ, ചക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി എരിശ്ശേരിയാണ്. ഉണക്കി വെച്ചിട്ടുള്ള ചക്ക പിന്നെ ഒരു ടൈമിലെടുത്തിട്ട് എങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് ഉണക്കി വെച്ചിട്ടുള്ള ചക്കാട്ട. അപ്പോൾ അതിന് ഞാനൊരു 2 കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് തിളയ്ക്കാൻ വെള്ളം വെച്ചു. ആ തിളച്ച വെള്ളം ഈ ചക്കയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരം, ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ ഈ ചക്കയുടെ സൈസ് ഒന്ന് ഡബിളാവും. അപ്പോൾ നിങ്ങൾ ചക്ക ഉണക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ ഇടാം. അപ്പോൾ ചക്ക സീസൺ അല്ലെങ്കിലും ഇനി ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ചക്ക മീൻസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞു. അതിന് ശേഷം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ആ ചക്ക ഇട്ട് കൊടുത്തു. എന്നിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മേലെ കണ്ടിട്ട്, അതായത് ഈ ചക്കയുടെ മേലെ കണ്ടിട്ട് നിൽക്കുന്ന വിധത്തിൽ വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ച് 1 സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നവർ വയ്ക്കാം. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്നു, ആവിയൊക്കെ പോയപ്പോൾ ഞാനതൊന്ന് തുറന്നിട്ട് നോക്കി, നമ്മുടെ ചക്കപ്പം ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തത്, അതുകൊണ്ട് ഞാൻ ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ നിന്നൊരു കൈപ്പിടി തേങ്ങ കൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി തേങ്ങയിലേക്ക് ഞാൻ ഒരു കൈപ്പിടി ചുവന്നുള്ളി എടുത്ത് വൃത്തിയാക്കിയത് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം, 2 പച്ചമുളക്, ഒരു 3-4 തണ്ട് വേപ്പില, ഇത്രയും ഇട്ടിട്ട് ഞാനിതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാനിതേ തേങ്ങയെല്ലാം നന്നായി ചതച്ചൊതുക്കിയെടുത്തു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതേ ഒരു പാൻ വെച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നാലേ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ഞാൻ ഇട്ടു. ഒരു 4-5 വറ്റൽമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് ചൂടാവുന്നവരെ ഇളക്കുക. അപ്പോൾ ഇതാ അവിടെ ഇപ്പോൾ തേങ്ങയെല്ലാം ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ചക്ക വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളമൊന്നും അതിൽ കളഞ്ഞിട്ടില്ല, കാരണം ഇത് എരിശ്ശേരിയുടെ പരിവല്ലേ, അപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടായിക്കോട്ടെ കരുതി. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി ചക്കയൊക്കെ ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങയുടെ ആ മിക്സും കൂടി ഞാൻ ഇട്ട് ഇനി നന്നായി നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്ക വെന്തതായാലും ഈ മിക്സിലിട്ട് ചേർക്കുമ്പോൾ നമ്മൾ ഈ കയ്യിൽ വെച്ച് ചക്ക ഒന്ന് ഉടച്ച് എല്ലാം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം.
അപ്പോൾ ഇതപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുത്തു. അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഉണക്കി വെച്ചിട്ടുള്ള ചക്ക കൊണ്ട് ഒരു എലിശ്ശേരി. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് തരിക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.